അമേരിക്കയുടെ 48 മണിക്കൂർ കഴിയാൻ ഇനി അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നത്. കൃത്യമായിട്ട് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അമേരിക്കൻ ട്രംപ് പ്രതിക്കൂട്ടിലാകുന്ന രീതിക്കാണ് ഈ പോക്ക്. അഥവാ 2025 ജൂൺ മാസം സീസ്ഫെയർ കൊണ്ടുവരികയും അതിൽ തൽക്കാലം തടിയൂരുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് അങ്ങനെ തടിയൂരി പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷത്തിൽ ട്രാപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ്. അതിൻ്റെ ഭാഗമാണ് 48 മണിക്കൂർ എന്ന ആ ഒരു പ്രഖ്യാപനവും എന്നാണ് ഒരു വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ആ 48 മണിക്കൂർ കഴിഞ്ഞാൽ റഷ്യയും ചൈനയും വെറുതെ നോക്കി നിൽക്കുകയില്ല. ഇറാൻ വലിയ കാതലായ പരിക്ക് അമേരിക്ക നടത്തുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തുകൊണ്ട് റഷ്യ കൂടെ നിന്ന് ഇറാനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എന്തൊക്കെ നാശനഷ്ടങ്ങൾ വരുത്താൻ സാധിക്കുമോ അതൊക്കെ മുഴുവനായിട്ട് നാശനഷ്ടങ്ങൾ വരുത്താൻ ഇറാനെ സഹായിക്കാൻ റഷ്യ ഇപ്പോഴേ വളരെ രഹസ്യമായിട്ട് ഒരു കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു എന്ന വാർത്തയാണ്. അപ്പോൾ 48 മണിക്കൂറിന് ശേഷം ഇറാൻ്റെ ഏതെങ്കിലും ഭൂമികയിൽ വളരെ കൃത്യമായിട്ട് അവർക്ക് വേദനിപ്പിക്കുന്ന അത്രയും പ്രയാസപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഈ ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ രഹസ്യ സപ്പോർട്ടോടുകൂടി ഇറാൻ വലിയ രൂപത്തിൽ പ്രത്യാക്രമണം നടത്തും. അതിൽ ആദ്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്കെച്ച് ചെയ്യപ്പെട്ടത് ഒന്ന് ഇസ്രായേലിൻ്റെ റിയാക്ടറുകളെയാണ്, ആണവ പദ്ധതികളെയാണ്. രണ്ടാമത് അവിടുത്തെ ആയുധ സംഭരണികൾ അഥവാ ആയുധപ്പുരകൾ. മൂന്നാമത് അവിടുത്തെ നേരത്തെ തന്നെ വലിയ രൂപത്തിൽ പരിക്ക് പറ്റിച്ചിട്ടുള്ള ഹൈഫ തുറമുഖവുമായി ബന്ധപ്പെട്ട മേഖലകളിലുള്ള ആ എണ്ണ സംഭരണികളുമാണ്. മൊത്തമായിട്ട് അളന്ന് തിട്ടപ്പെടുത്ത് ഒരിക്കലും അവിടെ ഇങ്ങനെയൊക്കെ ഒരു ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റാത്തൊരു പാകത്തിലേക്ക് റഷ്യയുടെ പിന്തുണയോടുകൂടെ ഇറാൻ ആക്രമിക്കും, കടന്നാക്രമണം നടത്തുമെന്ന വാർത്തയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 48 മണിക്കൂർ എന്ന് പറയുന്നത് കേവലം ഈ ഒരു ഭീഷണി മാത്രമായിട്ട് ഒതുങ്ങാനുള്ള സാധ്യത പറഞ്ഞു വെക്കുന്നു. കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് കരുതിയെങ്കിൽ പോലും അത് ആ ഒരു വ്യക്തതയോടുകൂടിയിട്ടുള്ള സപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നതാണ്. മാത്രമല്ല, അമേരിക്ക ഇപ്പോൾ ഈ യുദ്ധത്തിന് ഇറങ്ങേണ്ടതില്ലായിരുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വാർത്തകൾ വരികയും അത് മാനസികമായിട്ട് പിന്നാക്കം ഈ അഥവാ സെൻകോമിൻ്റെ വിഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ വാർത്തകളുണ്ട്. എന്താണെങ്കിലും അതൊക്കെ മറ്റൊരു വഴിക്ക് പോകട്ടെ. പക്ഷേ ഈ 2026 ഫെബ്രുവരി 28 ഇസ്രായേൽ കൊണ്ടുവന്നിട്ടുള്ള ആക്രമണം തുടങ്ങി വെച്ചതിൽ നിന്ന് 3 ആഴ്ച കഴിഞ്ഞപ്പോഴും അമേരിക്കയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പറയുന്നത് 48 മണിക്കൂറെന്ന്. അഥവാ വീരവാദം മുഴക്കി രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വന്ന ആ വലിയ ആളുകളാണ് ഇപ്പം ഞങ്ങൾ 48 മണിക്കൂർ തരുന്നു. അവിടെ തന്നെയാണ് അമേരിക്കയുടെ പരാജയം ഏറ്റിരിക്കുന്നു, ഇസ്രായേലിന് പരാജയം ഏറ്റിരിക്കുന്നു എന്ന് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. കാരണം ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യമാണെങ്കിൽ ഇങ്ങനെ ഒരു 48 മണിക്കൂറിൻ്റെ ഒരു അന്ത്യശാസനം കൊടുക്കേണ്ടി വരില്ല. മാത്രമല്ല, അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചത് പ്രകാരം, പ്ലാൻ ചെയ്തത് പ്രകാരം ഇറാൻ്റെ മണ്ണിൽ അവർക്ക് നടപ്പിലാക്കാമായിരുന്നു. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ പിടിച്ച മീൻ വലിയ മീനാണെന്നും ഇത് കൃത്യമായിട്ട് നമ്മൾ നിന്നിട്ടുള്ള നമ്മുടെ അഡ്രസ്സ് പോലും ഉണ്ടാവില്ല എന്നും അമേരിക്കയും ഇസ്രായേലും മനസ്സിലാക്കിയത്. അതിൻ്റെ ഒറ്റ അടിസ്ഥാനത്തിൽ മാത്രമാണ് 48 മണിക്കൂർ ഇപ്പം വെറുതെ അങ്ങോട്ട് ഇട്ടുകൊടുത്തത്. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല. വീണ്ടും ഈ അമേരിക്ക ഞാൻ തോറ്റിരിക്കുന്നു എന്ന് വീണ്ടും ആവർത്തിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വലിയ ഒരു ട്രാപ്പിലാകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ പ്രഖ്യാപനം കൊണ്ടുപോയത് എന്നാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. കാരണം ഈ ഭാഗത്ത് അമേരിക്ക ഇറാനോടൊപ്പം ചൈനയും റഷ്യയും വരുന്നു, മറ്റു ഭാഗത്ത് കൂടെ ഉണ്ട് എന്നാൽ കൂടെ ഇല്ല എന്ന് പറയുന്ന നാറ്റോ സഖ്യവും അമേരിക്കയും ഇസ്രായേലുമാണ്. പക്ഷേ അവിടെ പരാജയം ഏറ്റുവാകുന്നതും നഷ്ടങ്ങൾ സഹിക്കുന്നതും ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് ഇറാൻ്റെ ആ വലിയ മിസൈലുകൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇപ്പോൾ തടഞ്ഞു നിർത്താൻ പറ്റാത്തൊരു ഗതികേട് അവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UN വലിയൊരു സിസ്റ്റമാണ്, നിങ്ങൾ ഞങ്ങളൊന്ന് സഹായിക്കണമെന്ന് ഏരവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള ഒരു പ്രത്യാക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അഥവാ ഇസ്രായേലോ അമേരിക്കയോ അവരെ എന്തെങ്കിലും അർത്ഥത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ മാത്രം അവിടെയാണ് മസൂദ് പെഷസ്ക്യാൻ്റെ ഒരു വലിയ പ്രഖ്യാപനം. നിങ്ങൾ ഇങ്ങോട്ടടിക്കുകയാണ്, ആ അർത്ഥത്തിൽ ഞങ്ങൾ അങ്ങോട്ടടിക്കും. അത് GCCയിൽ അസറ്റുകളാകാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്ന സ്ഥലങ്ങളാകാം, റിയൽ എസ്റ്റേറ്റുകളാകാം. 3 കാര്യങ്ങൾ. അഥവാ ഊർജ്ജ പദ്ധതികൾ, ഗ്യാസ് അതിൻ്റെ ഭാഗമാണ്, ബാങ്കിങ് സംവിധാനങ്ങൾ. ഇവിടെയുള്ള ആളുകളൊക്കെ ഒന്ന് അലേർട്ടഡായി ഇരിക്കണം
പിടിക്കാമെന്നാണ് മസൂദ് പെഷസ്കിയാൻ്റെ ഒരു വലിയ പ്രഖ്യാപനം. ഇത് വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 48 മണിക്കൂർ കഴിയാൻ ഏതാനും സമയം മാത്രം ബാക്കിയുള്ളപ്പം മസൂദ് പെഷസ്കിയാൻ്റെ ഈ ഒരു പ്രഖ്യാപനം കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് GCC രാജ്യങ്ങളെയും അമേരിക്കയും ഇസ്രായേലിനെയുമാണ്. കാരണം അമേരിക്ക എന്ന് പറയുന്ന ഈ ലോക പോലീസ് ഒന്നുമല്ലാതായി തീർന്ന ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. മാത്രമല്ല ഈ രാജ്യത്തിന് എല്ലാവിധ സംവിധാനങ്ങളും സപ്പോർട്ടുകളും രഹസ്യമായി ചെയ്തു കൊടുക്കാൻ ഈ റഷ്യ മുന്നോട്ട് വരുന്നു എന്ന വാർത്ത കൂടി വൈറലായതോടുകൂടെ എന്തായിരിക്കും ഇനി അവിടുത്തെ സ്റ്റെപ്പ് എന്നുള്ളതാണ് ലോകം കാത്തിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം GCC രാജ്യങ്ങളിലെ മുഴുവൻ എയർപോർട്ടുകൾ അവരുന്നം വെക്കുന്നു എന്ന് അടിസ്ഥാനരഹിതമായിട്ട് അഥവാ വ്യക്തതയില്ലാത്ത വാർത്ത കൂടി വരുന്നുണ്ട്. കാരണം ഒരു വിമാനം പോലും ടേക്ക് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാനോ പറ്റാത്ത രൂപത്തിൽ അവിടെയുള്ള വിമാനത്താവളങ്ങൾ തച്ചുടക്കുക എന്നതാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നു. രണ്ടാമത് ആരാംകോ ഉൾപ്പെടെയുള്ളതിന് ഇപ്പോൾ തന്നെ അടി കൊടുത്തിട്ടുണ്ട്. വീണ്ടും വലിയ രൂപത്തിൽ അടി കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അത് വരുമോ ഇല്ലയോ എന്നതൊക്കെ കാത്തിരുന്ന് കാണാം. അപ്പോൾ മൊത്തമായിട്ട് ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ 48 മണിക്കൂർ കഴിയാൻ വളരെ കുറച്ച് സമയമുള്ളൂ. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്താകും? അമേരിക്കയ്ക്ക് ആരുടെയൊക്കെ സപ്പോർട്ട് ഇതിനോടകം നേടിയെടുക്കാൻ പറ്റി, അതൊക്കെ വെച്ചിട്ടായിരിക്കും ഇനി ഒരു അടി ഉണ്ടാകുക. അല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഡെസ്ട്രോയിഡാണ്. അവിടെ നശിച്ചു കഴിഞ്ഞു. കുറച്ച് മലകളും കുറച്ച് പാടങ്ങളും ബാക്കി, കൃഷിസ്ഥലങ്ങളും ബാക്കിയുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സുകൾ ഹൈഫ തുറമുഖം, ഹൈഫ സംഭരണശാല, അതുപോലെ തന്നെ അവിടെയുള്ള റിയാക്ടറുകളുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലൊക്കെ തകിട് പൊടിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ആര് ജയിക്കണം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും അറിയാത്തൊരവസ്ഥയാണ്. ജയിക്കാൻ ഇറാൻ തയ്യാറാണ്, പക്ഷേ ജയിപ്പിക്കാൻ അമേരിക്ക തയ്യാറല്ല. എന്നാൽ അമേരിക്ക ജയിക്കാൻ അവർക്ക് എത്രയോ ആഗ്രഹമുണ്ട്. ഇറാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. കാരണം മരിക്കാൻ തീരെ പേടിയില്ലാത്തൊരു വിഭാഗമാണ് ഈ ഇറാനികൾ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് എങ്ങനെയെങ്കിലും ചൊറിഞ്ഞ് അവിടെ നിന്ന് ഉണ്ടാക്കി പോരാമെന്ന് കരുതിയാൽ ഈ രീതിക്ക് അടി കിട്ടുമ്പം ആരോടും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അത് അനുഭവിക്കുക, സ്വന്തമായിട്ട് അങ്ങ് അനുഭവിക്കാനേ കഴിയുള്ളൂ. അതാണ് ഇപ്പോൾ ലൈവായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ രാജ്യം എന്നത് ഈ രാജ്യം പഴയകാലത്തേ ഇല്ല, ഇപ്പം അത് അധിനിവേശത്തിൻ്റെ എല്ലാ രാജ്യത്തിൻ്റെ ഭാഗങ്ങളും പിടിച്ച് തിരിച്ചു കൊടുക്കാൻ പാകത്തിൽ ജൂതന്മാർ ഓടുകയാണ് അവിടെ. കാരണം പിടിച്ചെടുത്തതൊക്കെയും തിരിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അത് ഇറാൻ്റെ സമീപനം കൊണ്ട് മാത്രമാണ്. അവിടെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൂടെ നിൽക്കുന്ന GCC രാജ്യങ്ങളുടെ ഭരണത്തലവന്മാരുടെ അവസ്ഥയാണ് വലിയൊരു ഗതികേട്. കാരണം ആരെ കൂടെ നിൽക്കണമെന്ന് ഒരു പ്രത്യക്ഷത്തിൽ അവർക്കൊരു സ്റ്റാൻഡില്ല. ആരെങ്കിലും കൂടെ നിന്നാൽ അത് വലിയ പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യും. മാത്രമല്ല ഇവരുടെ കൂടെ നിന്നാൽ, അമേരിക്കയുടെ കൂടെ നിന്നാൽ എത്ര കണ്ട് ഇറാൻ നമ്മുടെ അടിക്കാതിരിക്കും എന്നതിന് ഉറപ്പുമില്ല. കാരണം അടി കിട്ടുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാൽ ഇറാൻ്റെ കൂടെ നിൽക്കാൻ വളരെ വലിയ പേടിയുണ്ട്. എപ്സ്റ്റീൻ ഫയലിൽ കുടുങ്ങിയതുകൊണ്ട് മൊത്തം അവരുടെ അവസ്ഥ ശോകമാണ്. ഈ ഒരു നിലപാടെടുക്കാൻ പറ്റാതെ കുഴഞ്ഞു മറയുകയാണ്. അപ്പോൾ 48 മണിക്കൂർ കഴിയാൻ ഏതാനും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ആ മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീഡിയോയിൽ വരാം. കാരണം ആ സമയം മൊമെൻറ്റം എപ്പം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. എന്താണെങ്കിലും ഇപ്പോൾ അറാദ് എന്ന പട്ടണത്തിൽ കൃത്യമായിട്ട് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയുള്ള ജൂതന്മാർ ആയിരക്കണക്കിന് ആളുകൾ ഒഴിഞ്ഞു പോകുന്നു. ആ ലെവലിൽ കാര്യങ്ങൾ എത്തിക്കാൻ ഇറാൻ സാധിച്ചു എന്ന് പറയുമ്പം ഏറ്റവും നന്നായി സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഏത് മനുഷ്യനും പറയും അത് നന്നായിട്ടുണ്ടെന്ന്. ആ വാക്ക് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. അത് വളരെ നന്നായിട്ടുണ്ട്. ജൂതന്മാർ പാഠം പഠിക്കാൻ പോകുന്നേയുള്ളൂ. കരാള ദിനങ്ങളൊക്കെ വരാനിരിക്കുന്നു. വിഷ് ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.